ഒക്കെയാണ് സോഷ്യൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോ ഇനി നമുക്ക് ഇന്ന് നമ്മൾ നോക്കാനുള്ളത് മേജർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ ടീച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോ സയൻസ് ടീച്ചിങ് മെത്തേഡ് ആയിട്ടും അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടീച്ചിങ് മെത്തേഡുമായിട്ട് പല വ്യത്യാസങ്ങൾ സോഷ്യൽ സയൻസ് ടീച്ചിങ് മെത്തേഡിലുണ്ട്. കാരണം ഓരോ മെത്തേഡ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ചില ഫേവറേറ്റ് മെത്തേഡുകളാണ് ആ സബ്ജക്റ്റ് കൂടുതലായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. ഒന്നാമത്തത് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. രണ്ടാമത്തത് സൂപ്പർവൈസ്ഡ് സ്റ്റഡി, അതായത് ടീച്ചറുടെ സൂപ്പർവൈസ്ഡ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡിയാണ് സൂപ്പർവൈസ്ഡ് സ്റ്റഡി. സോഷ്യൽ സയൻസിൽ പിന്നെയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡാണ്. ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്, പിന്നെ സോഴ്സ് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഡ്രമാറ്റൈസേഷൻ മെത്തേഡ്, ടീം ടീച്ചിങ് മെത്തേഡ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്. ഇവയാണ് സോഷ്യൽ സയൻസിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മോഡ് ഓഫ് ടീച്ചിങ്, അതായത് മേജർ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ സോഷ്യൽ സയൻസ്. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, സൂപ്പർവൈസ്ഡ് സ്റ്റഡി, ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്, സോഴ്സ് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഡ്രമാറ്റൈസേഷൻ മെത്തേഡ്, ടീം ടീച്ചിങ് മെത്തേഡ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്. ക്ലിയർ ആയോടെ? മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായി സാർ. അടുത്തത് റിസോഴ്സസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ സോഷ്യൽ സയൻസ്. റിസോഴ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ സോഷ്യൽ സയൻസ് ടീച്ചിങ്. റിസോഴ്സസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ സോഷ്യൽ സയൻസ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മൾ റിസോഴ്സസ്, ഏതൊക്കെ ഉറവിടങ്ങളാണ് സോഷ്യൽ സയൻസ് ടീച്ചിങ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് നമുക്ക് സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, സോഷ്യൽ സയൻസ് ലൈബ്രറി. സോഷ്യൽ സയൻസ് ലൈബ്രറി, സോഷ്യൽ സയൻസ് ലബോറട്ടറി, സോഷ്യൽ സയൻസ് മ്യൂസിയം, സ്റ്റഡി സർക്കിൾ, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, celebration of national festivals, model parliament, organization of field trip and excursions. Then to celebrate important national days. ഇവയെല്ലാം നമുക്ക് സോഷ്യൽ സയൻസ് ടീച്ചിങ്ങിനായിട്ടുള്ള റിസോഴ്സസും എക്യുപ്മെന്റ്സുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോഷ്യൽ സയൻസ് ലൈബ്രറി, സോഷ്യൽ സയൻസ് ലബോറട്ടറി, മ്യൂസിയം, സ്റ്റഡി സർക്കിൾ, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, celebration of national festivals and the celebration of national days, important national days. പിന്നെ മോഡൽ പാർലമെന്റ്, ഓർഗനൈസേഷൻ ഓഫ് ഫീൽഡ് ട്രിപ്പ് ആൻഡ് എക്സ്കർഷൻസ്. ക്ലിയർ ആയോ പിള്ളേരെ? ക്ലിയർ ആയോ? സാർ ഒന്നുകൂടെ പറയോ? ശ്രദ്ധിക്കുക, നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന പറ്റുന്നതെന്നാണ്. സോഷ്യൽ സയൻസ് ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ലൈബ്രറി, സോഷ്യൽ സയൻസ് ലബോറട്ടറി, മ്യൂസിയം, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, excursions or field trip, celebration of important national festivals, celebration of important national days, മോഡൽ പാർലമെന്റ്, അതായത് സ്കൂൾ പാർലമെന്റ്. ഇവയൊക്കെ
നമുക്ക് ഇതിന്റെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. ക്ലിയർ ആയോ? ഇനി സൈക്കോളജിക്കൽ ഡയമെൻഷൻ. ഇവിടെ നമ്മൾ മെത്തഡോളജിക്കൽ ഡയമെൻഷൻ ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി സൈക്കോളജിക്കൽ ഡയമെൻഷൻ ഓഫ് സോഷ്യൽ സയൻസ് ടീച്ചിങ്ങിൽ നമുക്കറിയാം, ആ മേഖലയിൽ നമ്മൾ ഇനി ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ടത്, നമുക്കറിയാം ഓരോ സൈക്കോളജിക്കൽ സ്റ്റഡി മെത്തേഡുകളുണ്ട്. ഉദാഹരണത്തിന് ബിഹേവിയറിസം ഉണ്ട്, അതുപോലെ കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. അപ്പൊ ഇതും എങ്ങനെ സോഷ്യൽ സയൻസുമായിട്ട് ഇന്റർ റിലേറ്റഡ് ആയിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ ബിഹേവിയറിസം നമുക്കറിയാം, ബിഹേവിയറിസം എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ദ ഐഡിയ ദാറ്റ് ഓൾ ബിഹേവിയർ ആർ ലേൺഡ് ത്രൂ ഇന്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെന്റ്. ഇതാണ് ബിഹേവിയറിസം പറയുന്നത്. എന്താണ് വാട്ട് ഈസ് ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ, ബിഹേവിയറിസം ഫോക്കസസ് ഓൺ ദ ഐഡിയ ദാറ്റ് all behavior of a learner, all behavior of the learner developed through the interaction with the environment. ഇവിടെ ബിഹേവിയറിസത്തിൽ it is a key for educator because it impacts how the students react and behave. അപ്പം അനുയോജ്യമായ ഒരു പരിസ്ഥിതി സാഹചര്യത്തിൽ കുട്ടി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവൻ ബിഹേവ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഇവിടെ ബിഹേവിയറിസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ബിഹേവിയറിസം നമുക്ക് ഹൗ ടു യൂസ് ഇൻ ക്ലാസ് റൂംസ്. ക്ലാസ് റൂമിൽ നമുക്ക് എങ്ങനെയാണ് ഈ ബിഹേവിയറിസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ബിഹേവിയറിസം ലുക്സ് at the observable actions on the students and assesses whether they are learning as effectively as possible. അതുകൊണ്ട് തന്നെ ഇവിടെ ബിഹേവിയറിസത്തില് ചില പ്രധാനപ്പെട്ട വസ്തുതകള് ടീച്ചർ കീപ്പ് ഇൻ മൈൻഡ്, മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ടീച്ചർ നീഡ് ദ ക്ലാസ് ത്രൂ എ ടോപ്പിക്. സ്റ്റുഡൻസ് ലിസൺ സൈലന്റ്ലി. Teacher then set a task based on the information. Students complete the task and wait feedback. The teacher give feedback and then set the next task. With each round of feedback, the students is being continued to learn the material. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഈ ബിഹേവിയറിസത്തില് ടീച്ചർ ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ടീച്ചറിന് ക്ലാസ് റൂം ആവശ്യമാണ്. എന്തിനു വേണ്ടിയാ? ടോപ്പിക് അവതരിപ്പിക്കാൻ. ക്ലാസ്സിൽ ടീച്ചറിന് ആവശ്യമാണ് ടോപ്പിക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി. സ്റ്റുഡൻസ് ഇത് ലിസൺ ചെയ്യുന്നു, അത് വളരെ സൈലന്റ് ആയിട്ട് കേൾക്കുന്നു. അതിനുശേഷം ടീച്ചർ സെറ്റ് ചെയ്യുന്നു ഒരു ടാസ്ക്. ആ ടാസ്ക് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഈ ടാസ്കിന്റെ ഫീഡ്ബാക്ക് വെയിറ്റ് ചെയ്യും. ടീച്ചർ ഇതിന്റെ ഫീഡ്ബാക്ക് നൽകുന്നു. തുടർന്ന് നെക്സ്റ്റ് ടാസ്ക് കുട്ടികൾക്ക് നൽകും. വിത്ത് ഈച്ച് നോർമൽ റൗണ്ട് ഓഫ് ഫീഡ്ബാക്ക് ദ സ്റ്റുഡൻസ് ഈസ് ബീയിങ് കണ്ടിന്യൂഡ് ടു ലേൺ ദ മെറ്റീരിയൽ. കാരണം ഒരു ടാസ്ക് നൽകുമ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയർ ആണ് ടീച്ചർ ഇവിടെ ഫീഡ്ബാക്കിൽ അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബിഹേവിയറിന് വളരെയധികം വ്യത്യാസം. എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ? കൺസ്ട്രക്റ്റിവിസം ഇസ് ആൻ അപ്രോച്ച് ടു ലേൺ ദാറ്റ് ഹോൾഡ് ദ പീപ്പിൾ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ഓർ മെയ്ഡ് ദെയർ ഓൺ നോളജ് ആൻഡ് ദാറ്റ് റിയലി ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ. ഇവിടെ ടീച്ചർ നൽകുന്നു, അതിന്റെ ബിഹേവിയേഴ്സ് കുട്ടികൾ പ്രകടിപ്പിക്കുകയാണ് ബിഹേവിയേഴ്സ് ചെയ്യുന്നതെങ്കിൽ കൺസ്ട്രക്റ്റിവിസത്തിൽ അതല്ല ചെയ്യുന്നത്. ഇവിടെ ഓരോ കുട്ടിയും അവൻ സ്വന്തമായി അവന്റെ അറിവിനെ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൺസ്ട്രക്റ്റിവിസത്തിലും അതുപോലെ തന്നെ ബിഹേവിയറിസത്തിനും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഇത് നമ്മുടെ ചോദ്യമാണ്. ഈ മേഖല നമുക്ക് ചോദ്യം വരുന്ന മേഖലയാണ്, അത് നോട്ട് ചെയ്തോളണം. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഹേവിയറിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം? അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഹേവിയറിസം കൺസ്ട്രക്റ്റിവിസത്തിൽ നിന്നും വ്യത്യസ്തമായി നിലനിൽക്കുന്നത്? നോക്കുകയെ, ഇവിടെ കൺസ്ട്രക്റ്റിവിസത്തിൽ
നോക്കിക്കൊള്ളണം. ഇൻ ബിഹേവിയറിസത്തിൽ ലേണിംഗ് ഇസ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ബിഹേവിയർ, ബിഹേവിയറിന്റെ മാറ്റം. എന്നാൽ കൺസ്ട്രക്റ്റിവിസത്തിലോ ലേണിംഗ് ഈസ് നോളജ്, പഠനം എന്നത് അറിവ്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്. ലേണിംഗുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ബിഹേവിയറിസത്തിലെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ചേഞ്ച് ആണ്. പക്ഷേ കൺസ്ട്രക്റ്റിവിസത്തിലെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഈസ് നോളജ്, പഠനം എന്നത് അറിവാണ്. ക്ലിയർ ആയോ ഒന്നാമത്തെ പോയിന്റ്? ക്ലിയർ ആയോ? രണ്ടാമത് നോക്കി. ഇൻ ബിഹേവിയറിസം ദാറ്റ് ഈസ് എ ടീച്ചർ സെന്റേർഡ് അപ്രോച്ച്. ബിഹേവിയറിസം എന്നത് ടീച്ചർ സെന്റേർഡ് അപ്രോച്ച് ആണ്. എന്നാൽ കൺസ്ട്രക്റ്റിവിസമോ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്. ടീച്ചർ സെന്റേർഡ് അപ്രോച്ച് ആണ് ബിഹേവിയറിസം എങ്കിൽ കൺസ്ട്രക്റ്റിവിസം ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ഇനി ബിഹേവിയറിസത്തിൽ ചൈൽഡ് ഈസ് ആൻ എംപ്റ്റി വെസൽ. ചൈൽഡ് എന്താണ്? ഒരു എംപ്റ്റി വെസലായിട്ടാണ് കാണുന്നത്. അധ്യാപകൻ അറിവ് നിറയ്ക്കുകയാണ്. എന്നാൽ കൺസ്ട്രക്റ്റിവിസത്തിലോ ചൈൽഡ് ഈസ് നോട്ട് ആൻ എംപ്റ്റി വെസൽ. കാരണം പ്രീവിയസ് എക്സ്പീരിയൻസിൽ കുട്ടി പല അറിവുകളും കുട്ടിയുണ്ട്. ആ അറിവുകളുടെ തുടർച്ചയായി പുതിയ പുതിയ അറിവുകൾ നിർമ്മിക്കപ്പെടുക അല്ലെങ്കിൽ ആഡ് ചെയ്ത് ആ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട്, സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അപ്പൊ ബിഹേവിയറിസത്തിൽ കുട്ടിയെ ഒരു എംപ്റ്റി വെസലായിട്ടാണ് കാണുന്നതെങ്കിൽ ചൈൽഡ് ഒരു എംപ്റ്റി വെസൽ അല്ല കൺസ്ട്രക്റ്റിവിസത്തിൽ. മനസ്സിലായോ? ഇനി ഹ്യൂമൻ മൈൻഡ് ഈസ് ടോട്ടലി നെഗ്ലക്റ്റഡ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ പൂർണ്ണമായിട്ടും ഹ്യൂമൻ മൈൻഡ് ടോട്ടലി നെഗ്ലക്റ്റഡ് ആണ്. ടോട്ടലി നെഗ്ലക്റ്റഡ് ആണ്. എന്നാൽ കൺസ്ട്രക്റ്റിവിസത്തിലോ ഹ്യൂമൻ മൈൻഡ് ഹാസ് ഗ്രേറ്റ് പ്രോമിനൻസ് ഇൻ ലേണിംഗ്. കൺസ്ട്രക്റ്റിവിസത്തിൽ ഹ്യൂമൻ മൈൻഡ് ഹാസ് ഗ്രേറ്റ് പ്രോമിനൻസ്, വളരെയധികം പ്രോമിനൻസ് ഈ ഹ്യൂമൻ മൈൻഡിന് കൺസ്ട്രക്റ്റിവിസത്തിൽ നൽകുന്നു. ഹലോ, കോള് വന്നായിരുന്നേ. ഇനി നോക്കിയേ, കേൾക്കാമല്ലോ? കേൾക്കാമോ? ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ മൈൻഡ് ഈസ് ടോട്ടലി നെഗ്ലക്റ്റഡ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, ബട്ട് ഹ്യൂമൻ മൈൻഡ് ഹാസ് ഗ്രേറ്റ് പ്രോമിനൻസ് ഇൻ ലേണിംഗ്. അത് കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രത്യേകതയാണ്. ഇനി ഇവിടെ നമുക്ക് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കിയേ. ഔട്ട്കം ലേണിംഗ് ആർ ഡെഫിനിറ്റ്. ബിഹേവിയറിസത്തിൽ ഔട്ട്കംസ് ലേണിംഗ് ആർ ഡിഫൈൻ ആണ്, ഡെഫിനിറ്റ് ആണ്. എന്നാൽ ഇവിടെ ഔട്ട്കം ലേണിംഗ് കൺസ്ട്രക്റ്റിവിസത്തില് ഇൻഡെഫിനിറ്റ് ആണ്. കാരണം കുട്ടി അറിവ് നിർമ്മിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അറിവ് മാത്രമായിരിക്കില്ല. കൺസ്ട്രക്റ്റിവിസത്തിൽ അവന്റെ അറിവ് അവന്റെ പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അവൻ അറിവിനെ വിപുലമാക്കുകയാണ്. പക്ഷെ ബിഹേവിയറിസത്തിൽ കൊടുക്കുന്ന അറിവ് മാത്രമേ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയോ? ഇനി ബിഹേവിയറിസത്തില് ലേണിംഗ് റിസീവ് നോളജ്. ലേണിംഗ് റിസീവ് ചെയ്യുന്ന നോളജ് ആണെങ്കിൽ ഇവിടെ എംഫസിസ് കൊഗ്നിഷൻ ആണ്. കൺസ്ട്രക്റ്റിവിസത്തിൽ എംഫസിസ് ഓൺ കൊഗ്നിഷൻ, ബൗദ്ധിക വികസനത്തിനാണ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് കൂടുതൽ എംഫസിസ് ചെയ്തിരിക്കുന്നത്. മറ്റേത് വെറും അറിവിനെ മാത്രമാണ് റിസീവ് ചെയ്യുന്നത്. ഇനി ഇവിടെ ബിഹേവിയറിസത്തിൽ
ബിഹേവിയറിസം എംഫസിസ് ഓൺ റെപ്പറ്റീഷൻ ആൻഡ് മെമ്മറി. റെപ്പറ്റീഷനെയും മെമ്മറിയെയുമാണ് ഈ ബിഹേവിയറിസത്തിൽ എംഫസൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ കൺസ്ട്രക്റ്റിവിസത്തില് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ഫോർ കൺസ്ട്രക്ട് കോഗ്നിറ്റീവ് എബിലിറ്റി ഓർ കോഗ്നിറ്റീവ് കൺസ്ട്രക്ഷൻ. ടീച്ചർ അവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുന്നു. എന്തിനു വേണ്ടി? കോഗ്നിറ്റീവ് കൺസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി. കുട്ടിയുടെ കോഗ്നിറ്റീവ് കൺസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്റർ റോളാണ് ഇവിടെ കൺസ്ട്രക്റ്റിവിസത്തിൽ ടീച്ചറിനുള്ളത്. പക്ഷെ മറ്റേടത്താണെങ്കിലോ കുട്ടിയുടെ മെമ്മറിയെയും അതുപോലെ തന്നെ ആവർത്തനത്തെയുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിക്കുന്നത്. ഇനി ബിഹേവിയറിസത്തിൽ ടീച്ചർ ആസ് എ കമാൻഡർ. ടീച്ചർ എന്താണ്? കമാൻഡറാണ്. ടീച്ചർ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു. എന്നാൽ ഇവിടെയോ കൺസ്ട്രക്റ്റിവിസത്തിലോ ചൈൽഡ് ഈസ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ്. കുട്ടി ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് മാറുന്നു. ടീച്ചറിന്റെ കമാൻഡ് മാത്രമല്ല, അവിടെ കുട്ടിയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ് ഇവിടെ ഈ കൺസ്ട്രക്റ്റിവിസത്തിൽ കൂടുതലായിട്ട് പ്രാധാന്യമുള്ളത്. ഇനി ചൈൽഡ് ഈസ് ഒൺലി എ ലിസണർ. ബിഹേവിയറിസത്തിൽ ചൈൽഡ് ആരാണ്? ഒൺലി എ ലിസണർ ആണ്, വെറും ഒരു ശ്രോതാവ് മാത്രമാണ്. എന്നാൽ കൺസ്ട്രക്റ്റിവിസത്തിലോ ഫ്ലെക്സിബിൾ ക്ലാസ് റൂമാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലാസ് റൂമാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ. മനസ്സിലായോ? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്, ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ആണ്. ഇനി റിജിഡ് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ആണ് എവിടെയുള്ളത്? ബിഹേവിയറിസത്തിലുള്ളത്. എന്നാൽ ഇവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇനി ബിഹേവിയറിസത്തില് ഓൺലി കൺസിഡറിങ് ഐക്യു. ഐക്യു മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഐക്യുവോടൊപ്പം തന്നെ ഇക്യുവും കൂടെ കൺസിഡർ ചെയ്യുന്നു. ഇമോഷണൽ കോണ്ടീഷന്റെ കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഐക്യു മാത്രമല്ല, ഇക്യുവും ഇവിടെ കൺസ്ട്രക്റ്റിവിസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ ആയോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഹേവിയറിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം? ക്ലിയർ ആയോ? ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം. ഇനി വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം? കൺസ്ട്രക്റ്റിവിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അറിവ് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതാണ്. നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ്. അറിവ് കൺസ്ട്രക്ട് ചെയ്യുന്നു. എന്താണത്? കൺസ്ട്രക്റ്റിവിസത്തില് സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് തന്നെ കുട്ടിയുടെ അറിവിനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് നോക്കാം. ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്. രണ്ടാമത്തെ പ്രോസസ് എന്താണ്? ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്. ഇവിടെ നമുക്കറിയാം ചൈൽഡ് സെന്റേർഡ് ആണ്. അവിടെ പഠനം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു പ്രക്രിയയാണ്, വളരെ സജീവമായ ഒരു പ്രക്രിയയായിട്ട് മാറുന്നു. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ നോക്കിയേ. ആൾ നോളജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. എല്ലാ അറിവും സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്നതാണ്. ഓൾ നോളജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. കാരണം സോഷ്യൽ ആക്ടിവിറ്റീസിലൂടെ, കുട്ടികൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിലൂടെ, അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള പരസ്പര വർത്തനത്തിലൂടെ, അപ്പൊ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എല്ലാ അറിവും. അത് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ്. നാലാമത്തെ നോക്കിയേ. ആൾ നോളജ് ഈസ് പേഴ്സണൽ. എല്ലാ അറിവും പേഴ്സണൽ ആണ്. കാരണം ഈച്ച് ഇൻഡിവിജ്വൽ ലേണർ ഹാസ് എ ഡിസ്ട്രക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് വാല്യൂസ്. കുട്ടിയിൽ നിലനിൽക്കുന്ന മുൻ അറിവിന്റെയും അവനിൽ നിലനിൽക്കുന്ന വാല്യൂസിന്റെയും സാർ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറയാമോ? ഹലോ, സാറ് പറയുന്ന എല്ലാവർക്കും കേൾക്കാവോ? സാർ ഇപ്പൊ ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ.
സാർ ലെഫ്റ്റ് ആയി തോന്നുന്നല്ലേ? ആ സാർ ലെഫ്റ്റ് ആയി. നമുക്ക് ആ റീഇൻഫോഴ്സ്മെന്റ് എടുത്തായിരുന്നോ? പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊക്കെ ഉള്ളത് അത് പഠിപ്പിച്ചായിരുന്നോ? നമ്മൾ നാച്ചുറൽ സയൻസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, എടുത്ത ടോപ്പിക് ആയിരുന്നു. അത് ശിവരാജ് സാർ പഠിപ്പിച്ചോ? സാർ പഠിപ്പിച്ചായിരുന്നു. നമ്മുടെ ആക്ഷൻ റിസർച്ച് എടുത്തായിരുന്നല്ലോ, ആക്ഷൻ റിസർച്ച്. അത് എടുത്തിട്ടില്ല. ഇല്ല. റീഇൻഫോഴ്സ്മെന്റിന്റെ ക്ലാസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, വീഡിയോ ക്ലാസ്സിലെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ആൾ നോളജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് കഴിഞ്ഞിട്ട് പറഞ്ഞ പോയിന്റ് ഒന്ന് പറഞ്ഞു തരാമോ? അത് എനിക്കും കിട്ടിയില്ല കേട്ടോ. ഓൾ നോളജീസ് അത്രേ കിട്ടുള്ളൂ. ഞാനും ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഓൾ നോളജ് സ്പേസ് എന്നാണോ പറഞ്ഞത്? ഞാൻ റഫായിട്ട് എഴുതി വെച്ചത് ആണെന്ന് അറിയാൻ വയ്യ, ഉറപ്പില്ല കേട്ടോ. അതെ ഓൾ നോളജ് ഈസ് പേഴ്സണൽ, അങ്ങനെയാണ് സാർ പറഞ്ഞത്. ഓക്കെ ഓക്കെ. നമ്മുടെ എക്കണോമിക്സിന്റെ ക്ലാസ് സ്റ്റാറ്റിന്റെ സാർ അത് വായിച്ചു പഠിക്കണം പറഞ്ഞ ക്ലാസ് എടുക്കുമെന്നെല്ലാം പറഞ്ഞായിരുന്നു, ഇല്ലല്ലോ സാർ? നോട്ട്സ് ഒന്ന് വായിച്ചു പഠിക്കാൻ പറഞ്ഞതാണോ? അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാവോ? സ്റ്റാറ്റ്യൂ ബാക്കി സാർ എടുത്തിരുന്നെല്ലാം പറഞ്ഞായിരുന്നോ? അറിയില്ല കേട്ടോ. അല്ല സാർ, ആദ്യം നോട്ട്സ് അയച്ചെന്നായിരുന്നു. നമുക്കിപ്പം ബാക്കി ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനൊക്കെയായിട്ടും ബെറ്റർ എല്ലാവരും അഭിപ്രായം നോക്കിയിട്ടെ വേണമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ അത് വായിച്ച് നോക്കി മനസ്സിലാവുമെങ്കിൽ അത് മതി, കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ് ആപ്പിൽ കിടപ്പുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാറുണ്ടല്ലോ, ആ ക്ലാസ് ആപ്പിൽ നോക്കിയായിരുന്നു, ആരെങ്കിലും ഉണ്ടോ? എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യനിൽ ആരും സാർ ആൻസർ കീ ഇട്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ ആൻസർ കീ എന്താണെന്ന്? എല്ലാവർക്കും എല്ലാം അറിഞ്ഞൂടാ, കുറച്ചൊക്കെ അറിയാം. അത് കുറച്ചൊക്കെ അറിയാവൂ, അതാ ചോദിച്ചതേ. സാറ് അതിന്റെ ക്ലാസ് നമ്മൾ അന്ന് പറഞ്ഞ ക്ലാസ് ആപ്പി ഇട്ടിട്ടുണ്ടോ? ബാക്കിയുള്ള നമ്മൾ നോക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാറിന് അടുത്ത ക്ലാസ്സിലെ. ഒരു ക്ലാസ്സും കൂടി ഇനി എക്കണോമിക്സിനുണ്ടല്ലോ, അപ്പോൾ ചോദിക്കാം. അതെ. എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും ചോദിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാരും പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചു തീർന്നോ? എളുപ്പമാണോ പൊളിറ്റിക്സ്? പൊളിറ്റിക്സ് ഒക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം കുഴപ്പമില്ല, ബാക്കിയൊക്കെ വായിച്ചു വിട്ടിട്ടേ ഉള്ളൂ, കറക്റ്റ് ഒന്ന് കൺഫേം ആക്കിയിട്ട്. ബാക്കിയൊക്കെ വായിച്ചിടാനേ പറ്റത്തുള്ളൂ, അത് മനസ്സിൽ നിൽക്കത്തില്ല. ക്വസ്റ്റ്യൻ കിട്ടുമ്പം കിട്ടുമായിരിക്കും. എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നുന്നു പൊളിറ്റിക്സ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് ഭയങ്കര പാട്. ഒരുപാട് ഓതേഴ്സും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നായിരിക്കൂലേ കൂടുതൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്? അല്ല, കഴിഞ്ഞ നമ്മുടെ ടെസ്റ്റ് പ്രാവശ്യമേ ബേസ് കഴിഞ്ഞ പ്രാവശ്യം പൊളിറ്റിക്സിൽ നിന്ന് ഡെഫിനിഷൻസ് ചോദിച്ച്, പിന്നെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതെല്ലാം ഭയങ്കര ടഫായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പൊളിറ്റിക്സ് അറിയത്തില്ലായിരുന്നു.
അതാ നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിച്ചത്. ആ ഭാഗമൊക്കെ എത്ര വായിച്ചിട്ടും അങ്ങോട്ട് മനസ്സിൽ നിൽക്കുന്നില്ല. അതിന് ഞാൻ വിചാരിച്ചു എന്റെ മാത്രം കുഴപ്പമാണോ എന്തോന്ന്. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഒന്നും തല കയറാതെ നിൽക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരും. നമ്മുടെ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്താലും കേൾക്കും, അതേ ഓപ്ഷനുള്ളൂ. എനിക്കും പാട് തന്നെയാണ് അത് റിപ്പീറ്റ് ചെയ്ത്. എല്ലാരും എല്ലാം പഠിച്ചൊക്കെ തീർന്നോ? ഇല്ല, എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷെ മറന്നു പോന്ന്. പഠിക്കുന്നതിനനുസരിച്ച് മറന്നു പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, പരീക്ഷ അടുക്കുമ്പോഴത്തേനും നമുക്ക് ഒത്തിരിയുടെ ടെൻഷൻ അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചതൊക്കെ എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം. എല്ലാവർക്കും കിട്ടണേന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചങ്ങ് എഴുതിയാൽ മതി. പഠിച്ചതൊക്കെ ചോദിക്കത്തുള്ളായിരിക്കും. പിന്നെ ഈ എന്തുവാ, ഈ പ്രസ്താവനയാണോ എന്തോ എന്നൊക്കെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അതാണ് ഇത്ര 3 ഓപ്ഷൻ ശരിയാവുമ്പം ഈ 4ാമത്തെ ഓപ്ഷൻ കിട്ടുവോ ഇല്ലയോ അങ്ങനൊരു വിഷമം നമുക്കുണ്ട്. പക്ഷെ മാക്സിമം നമുക്ക് എഴുതാൻ കഴിയുമായിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു ശുഭാപ്തി വിശ്വാസം വിടണ്ട. നമുക്ക് പാടാണെങ്കിൽ എല്ലാവർക്കും ഒരുവിധം പാടായിരിക്കുമല്ലോ. മീൻസ് ഒരുവിധം മാക്സിമം പഠിച്ച് വർക്ക് ചെയ്ത് എഴുതാൻ നോക്കുക. പിന്നെ മാക്സിമം മൈനസ് അടിക്കാതെ നോക്കൂ, അത്രയേ ഉള്ളേ. ചുമ്മാ കറുപ്പിക്കാതെ. എല്ലാവരും ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് ആണ് വെച്ചിരിക്കുന്നത്? കേൾക്കാവോ? ഞാൻ കൊല്ലമാണ് വെച്ചത്. കേൾക്കാവോ? കേൾക്കാം സാർ. ആ, നെറ്റ് പോയതാ കേട്ടോ, കുറെ നേരം സ്ട്രക്കായി നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എല്ലാം കിട്ടിയോ? ആ 4 പോയിന്റ് കിട്ടിയോ? 4ാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാ സാർ. All knowledge is personal because all the learner constructs his own knowledge through his previous experience and expanded it. So all knowledge is personal. Clear? Clear, sir. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ ഒരു അധ്യാപകന്റെ റോൾ എന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ അത് കണ്ടു കഴിഞ്ഞു. എന്താണ് ആ റോൾ എന്ന് പറയുന്നത്? ടീച്ചർ മസ്റ്റ് ബി എ ഫെസിലിറ്റേറ്റർ. എന്തിനു ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു? ഫോർ കൺസ്ട്രക്റ്റിംഗ് ദ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഓഫ് ദ ലേണർ. ഒരു പഠിതാവിന്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ആ കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാനായി ഒരു പ്രേരകനായി നിലകൊള്ളുന്ന വ്യക്തിയാണ് അധ്യാപകൻ. ക്ലിയർ ആയോ? Clear ആയി. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം? ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എപ്രകാരമാണ് ഒരു ക്ലാസ് റൂം, കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം എപ്രകാരമാണ്? അതായത് കുറെ താഴെ പറയുന്ന കുറെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിന്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എൻവയോൺമെന്റിന്, ഒരു പഠനാന്തരീക്ഷം. കൺസ്ട്രക്റ്റിവിസത്തിൽ ഒരു പഠനാന്തരീക്ഷത്തിന് താഴെ പറയുന്ന ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചർ നോക്കിയേ, നോളജ് വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അറിവ് ഷെയർ ചെയ്യപ്പെടുകയാണ്. ടീച്ചറും കുട്ടിയും തമ്മിൽ ഷെയർ ചെയ്യപ്പെടുകയാണ് അറിവ്. അപ്പൊ ക്ലാസ് റൂമിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? അധ്യാപകൻ മാസ്റ്ററായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അധ്യാപകൻ ഗൈഡായി നിന്നുകൊണ്ട് കുട്ടിക്ക് അറിവ് നൽകുകയല്ല ചെയ്യപ്പെടുന്നത്. പിന്നെയോ നോളജ് വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ അറിവിനെ ഷെയർ ചെയ്യുന്നു. രണ്ടാമത് നോക്കിയേ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വിൽ ബി ഷെയർ അതോറിറ്റി. ഇവിടെ അതോറിറ്റിയും ഷെയർ ചെയ്യപ്പെടുന്നു. കാരണം ടീച്ചർ കമാൻഡന്റ് മാത്രമല്ല, കുട്ടിയുടെ കമാൻഡന്റ് അല്ല ടീച്ചർ, പിന്നെയോ ഫെസിലിറ്റേറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ അറിവിനെയും എന്ത് ചെയ്യപ്പെടുന്നു? ഷെയർ ചെയ്യുന്നതോടൊപ്പം അതോറിറ്റിയും ഷെയർ ചെയ്യപ്പെടുന്നു. ടീച്ചേഴ്സ് റോൾ ഈസ് വൺ ഓഫ് എ ഫെസിലിറ്റേറ്റർ ഓർ എ മെന്റർ. ഇവിടെ ഒരു മെന്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിലനിൽക്കുന്ന റോളാണ് ആ ക്ലാസ് റൂമിൽ അധ്യാപകനുള്ളത്. അത് ഈ കൺസ്ട്രക്റ്റിവിറ്റി ക്ലാസ് റൂമിന്റെ ഒരു ഫീച്ചറാണ്. അടുത്ത നോക്കിയേ, ലേണിംഗ് ഗ്രൂപ്സ് വിൽ കൺസിസ്റ്റ് എ സ്മോൾ നമ്പർ ഓഫ് ഹെറ്ററോജീനിയസ് സ്റ്റുഡൻസ്. ഇവിടെ ലേണിംഗ് ഗ്രൂപ്പ് വിൽ ബി കൺസിസ്റ്റ്.
എ സ്മോൾ നമ്പർ ഓഫ് ഹെക്ട്രോജിനിയസ് സ്റ്റുഡൻസ്, വളരെ ചെറിയ ഒരു ഹെക്ട്രോജിനിയസ് സ്റ്റുഡൻസിൻ്റെതായിട്ടുള്ള ഒരു ലേണിംഗ് ഗ്രൂപ്പ് ഇവിടെ രൂപം കൊള്ളുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി നമുക്കറിയാം ട്രഡീഷണൽ ക്ലാസ് റൂം. ഇപ്പൊ ബിഹേവിയറിസത്തിലെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ക്ലാസ് റൂമാണ്. ഈ ട്രഡീഷണൽ ക്ലാസ് റൂമും കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമും തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. ആ വ്യത്യാസങ്ങളെ നമ്മൾ ഇപ്രകാരം വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചുരുക്കി പറയാം. ഇവിടെ സ്ട്രിക്റ്റ് ആണ് ഈ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ. അതുപോലെ ഫിക്സഡ് കരിക്കുലം, അത് ഈ ട്രഡീഷണൽ ക്ലാസ് റൂമിന്റെ പ്രത്യേകതയാണ്. ലേണിംഗ് ബേസ്ഡ് ഓൺ റെപ്പറ്റീഷൻ, ആവർത്തനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ലേണിംഗ് നടക്കുന്നത്. ടീച്ചർ സെന്റേഡ് ആണ്. ടീച്ചർ ഡിറ്റർമിനേറ്റ് ഇൻഫർമേഷൻ ടു സ്റ്റുഡൻസ് ആർ ദ റെസിപ്പിയൻസ് ഓഫ് നോളജ്. ടീച്ചേഴ്സ് റോൾ ഡയറക്റ്റീവ് റൂട്ടഡ് ഇൻ അതോറിറ്റി, ദെൻ സ്റ്റുഡൻസ് വർക്ക് പ്രൈമറി അലോൺ. ഇത്രയുമാണ് ഇവിടെ ട്രഡീഷണൽ ക്ലാസ് റൂം. എങ്കിൽ ഇവിടെ നമ്മൾ ഒരു കൺസ്ട്രക്റ്റിവിറ്റി ക്ലാസ് റൂമിൽ വരുമ്പോൾ പെർസ്യൂട്ട് ഓഫ് സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ഇന്ററാക്ഷൻ ഈസ് വാല്യൂഡ്. ഇവിടെ ക്വസ്റ്റ്യൻസും ഇന്ററാക്ഷനും, കുട്ടികളുടെ ചോദ്യങ്ങളും ആ കുട്ടികളുമായിട്ടുള്ള ആ ഇന്ററാക്ഷനും ഇവിടെ വളരെ വാല്യൂഡ് ആണ്. ലേണിംഗ് ഈസ് ഇന്ററാക്റ്റീവ്, ബിൽഡിംഗ് ഓൺ വാട്ട് ദ സ്റ്റുഡന്റ് ഓൾറെഡി നോ. ലേണിംഗ് ഈസ് ഇന്ററാക്റ്റീവ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിൽഡിംഗ് ഓൺ വാട്ട് ദ സ്റ്റുഡന്റ് ഓൾറെഡി നോ. Then this is student-centered classroom. Teachers have a dialogue with the student, helping student construct their own knowledge. ഇവയെല്ലാം ഈ കൺസ്ട്രക്റ്റിവിറ്റി ക്ലാസ് റൂമിൽ നടക്കുന്നു. ടീച്ചേഴ്സ് റോൾ ഈസ് ഇന്ററാക്റ്റീവ്, റൂട്ടഡ് ഇൻ നെഗോസിയേഷൻ. സ്റ്റുഡൻസ് വർക്ക് പ്രൈമർലി ഇൻ ഗ്രൂപ്സ് or the cooperative works is highly important in constructivist classrooms. Clear ആയോടെ? ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റ് ഒന്ന് പറയാം. അതായത് ടീച്ചേഴ്സ് റോൾ ഇന്ററാക്റ്റീവ്, റൂട്ടഡ് ഇൻ നെഗോസിയേഷൻസ്. സ്റ്റുഡൻസ് വർക്ക് primarily in groups or cooperative work is very important in constructivist classrooms. Teachers role. Hello? Teachers role interactive. Teachers role is interactive, rooted in negotiation. Rooted in negotiations. Students work primarily in groups. That means the cooperative work is more important in constructivist classroom. Clear ആയോ? ക്ലിയർ ആയോടെ? നിങ്ങൾക്ക് ഞാൻ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? According to Howard Gardner, human intelligence has different components and all the components are present in all individual in different proportion. പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? Components of intelligence. സജീല ജനറൽ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞായിരുന്നു. ജനറൽ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ഉണ്ട് സാർ, അത് കിട്ടി, അതൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് പറയണ്ടല്ലോ. Components of intelligence according to Howard Gardner. Verbal linguistic intelligence. അത് മറ്റേ സാറും എടുത്തിട്ടുണ്ടായിരുന്നു, ശിവരാജ് സാറും എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും. അപ്പൊ അത് വേണ്ടായിരുന്നു. ക്രിട്ടിക്കൽ പെഡഗോഗി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ നോക്കി, അടുത്ത ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. The critical pedagogy is an educational approach for developing critical awareness in the learner. What is critical pedagogy? സ്പീഡ് കുറച്ച് പറയാം. ഓക്കെ. ഞാനിതിന്റെ നോട്ട്സ് തരാം, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ എടുക്കുന്നത്. PDF തരാം. ആയിക്കോട്ടെ. ഇത് എഴുതാൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിക്കണ്ട. നോട്ട് ചെയ്യാൻ പറ്റുന്നവർ നോട്ട് ചെയ്യുക, എഴുതാൻ പറ്റാത്തവർ അതോർത്ത് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഇതിന്റെ PDF ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ PDF ഇപ്പൊ തന്നെ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ടിട്ടേക്കാം. ഇന്നലത്തത് ഞാൻ എനിക്കതൊന്ന് റീഅറേഞ്ച് ചെയ്യണം, കാരണം അത് മൊത്തത്തിൽ കിടക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്നലെ എടുത്ത ഭാഗം മാത്രം മതിയല്ലോ. കാരണം അത് പെഡഗോഗിക്ക് മൊത്തത്തിൽ പെഡഗോഗിക് ഡയമെൻഷനകത്ത് എല്ലാ സബ്ജക്റ്റിന്റെയും പെഡഗോഗി അതിനകത്തുണ്ട്.
അപ്പൊ അതിന് നമ്മളുടെ സോഷ്യൽ സയൻസ് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. പക്ഷെ ഇതിപ്പോ തന്നെ ഞാൻ അങ്ങോട്ട് നമ്മുടെ ഓഫീസിലെ ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ക്രിട്ടിക്കൽ പെഡഗോഗി ഈസ് ആൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഫോർ ഡെവലപ്പിംഗ് critical awareness in the learner. Apo it is develop critical awareness in the learner. Critical awareness is the ability to critically perceive the causes of social, political, economic operations and to take action against the oppressive elements of the society. It is an awareness that enabled the individual to change his life and realities. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ പെഡഗോഗിയുടെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ പെഡഗോഗി ഈസ് ആൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഫോർ ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ അവയർനെസ് ഇൻ ദ ലേണർ. ദിസ് അവയർനെസ് ഈസ് the ability to critically perceive the causes of social, political, and economic operations and to take action against the oppressive elements of the society. It is an awareness that enables the individual to change his life and realities. Clear ആയോ? ക്ലിയർ ആയി സർ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ സാർ. ഇനി the characteristics of critical pedagogy. ഈ ക്രിട്ടിക്കൽ പെഡഗോഗിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? Critical pedagogy is based on the assumption that all education in inherently political. ഒന്നാമത് നോക്കി, critical pedagogy is based on the assumptions that all education is inherently political. Second characteristics, the issue of power in education is the center concern of critical pedagogy. The issue of power in education is the center concern of critical pedagogy. മൂന്നാമത്തത്, the critical pedagogy aims at removal of oppressions. Critical pedagogy aims at removal of oppressions. Next one, its approach is issue based. Its approach is issue based. Then its aim to create a more egalitarian and just society. It aimed to create a more egalitarian and just society. It transformed the learners from the role of passive listener to active participant. It transformed the learners. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നു. It transformed the learner from the role of passive listener to active participants. ഇപ്പൊ പാസീവ് ലിസണറിൽ നിന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പന്റിലേക്ക് ലേണറെ ട്രാൻസ്ഫോം ചെയ്യുക. ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ഡയലോഗ് ഇൻസ്റ്റഡ് ഓൺ വൺ വേ ട്രാൻസ്മിഷൻ ഓഫ് നോളജ്. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ദ ഡയലോഗ് ഇൻസ്റ്റഡ് ഓഫ് വൺ വേ ട്രാൻസ്മിഷൻ ഓഫ് നോളജ്. ക്ലിയർ ആയോ? ക്ലിയർ
ക്ലിയർ ആയി സർ. ഇനി ഇന്നലെ നമ്മൾ എടുത്തായിരുന്നല്ലോ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇന്നലെ എടുത്തായിരുന്നോ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ? എടുത്തായിരുന്നോ? ഇല്ല സർ, അതിനകത്ത് ഇല്ല, ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ടില്ല. പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടില്ലേ? ഇല്ല. എന്നാൽ നമുക്ക് നോക്കാം. പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ദ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാനിങ്. അതാണ് അടുത്ത നമുക്കുള്ളത്. പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ the need and significance of planning. Instructional planning is social science has tremendous value. ഈ ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്ങിൽ സോഷ്യൽ സയൻസിൽ വളരെ ട്രമെൻഡസ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. The success of any work depends on how through and systematically it is planned in advance. നമുക്കറിയാവുന്ന കാര്യം. Careful planning can increase the time or enrichment activities. Effective planning of every lesson in advance and visualizing the whole teaching learning situation. Ini, what are the need of planning? എന്തൊക്കെയാണ് നീഡ്സ് ഓഫ് പ്ലാനിങ്? പ്ലാനിങ്ങിന്റെ നീഡ് എന്തൊക്കെയാണ്? ഒന്ന്, പ്ലാനിങ് കീപ്സ് bold teacher and through on the right track. As a result, teaching activities do not become vague or confused. Okay, the need for planning. Planning keep bold teacher and thought on rigid track. Then the phalamo as a result, teaching activity do not vague and confused. And we can present the learning material in a logic, systematic and effective way. If we plan, we can present the learning material in a logical, systematic and effective way. Planning makes teaching activity meaningful and stimulate the students. Its outcome is going on. The better outcome is going. Planning is a time-saving device. It will develop self-confidence and pride of our work. Planning helps the teacher to avoid unnecessary repetition. Clear? Simple കാര്യങ്ങൾ അത്രയൊക്കെ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആയി സർ. ഓക്കെ, നോക്കിക്കോളാം. ഇനി നമ്മൾ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിരിക്കണം. കാരണം ഇവിടെ നമ്മൾ മേജർ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും അതിന്റെ സ്പെസിഫിക്കേഷൻസും നമ്മൾ പറയും. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്നതുമായ പഠന എന്ത് വിളിക്കുന്നത് സ്പെസിഫിക്കേഷൻ. നമ്മളൊരു ഒബ്ജക്റ്റീവ് സാർ എല്ലാവർക്കും അങ്ങനെയാണോ? നമ്മൾ ശരിക്കും കേൾക്കുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഹലോ ഇപ്പൊ കേൾക്കാം സർ. ഹലോ കേൾക്കാം. കേൾക്കാമോ? സൗണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? നെറ്റ് ഇഷ്യൂ ഉണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ തൊണ്ടയിട്ട് പൊടിച്ച് നിങ്ങൾ ചിലപ്പോ കേൾക്കുന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ് എടുത്തെടുത്ത് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? എക്കോ ഫീൽ ചെയ്യുന്നു സർ. എക്കോ സൗണ്ടിൽ കേൾക്കുന്നു. കവിത എക്കോ ആയിട്ട് കേൾക്കുന്നു സർ.
മെസ്സേജ് അയച്ചേ. നമുക്ക് എക്കോ ഇല്ല ഏട്ടാ. മെസ്സേജ് പോരട്ടെ. ഹലോ, ഇപ്പം കേക്കാം സാർ. മെസ്സേജ് ഇപ്പൊ അയക്കാമോ? കേക്കാം സാർ. ഇപ്പൊ കേക്കാം. ഓക്കെ. ഇവിടെ നമ്മള് മേജർ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക്കേഷൻസ്. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അക്വിസിഷൻ ഓഫ് നോളജ്. അതായത് the learner acquire knowledge to learn fact, concept, principle, process, rule, etc. in social science. എന്താണ് അക്വിസിഷൻ ഓഫ് നോളജ്? അതിന്റെ ഒബ്ജക്റ്റീവ്സ്. അക്വിസിഷൻ ഓഫ് നോളജിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? The learner acquires knowledge of terms, fact, concept, principle, process, rule in social science. Clear ആയ ഒബ്ജക്റ്റീവ്സ് അക്വിസിഷൻ ഓഫ് നോളജിന്റെ? ഇനി ഈ അക്വിസിഷൻ ഓഫ് നോളജിൽ നമ്മൾ കണ്ടു, ഒരു ലേണർ അക്വയർ ചെയ്യുന്നു അറിവ് ഇൻ ടേംസ് ഓഫ് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ? ഫാക്റ്റുകൾ, കൺസെപ്റ്റിന്റെ, പ്രിൻസിപ്പിളിന്റെ, പ്രോസസ്, റൂൾസ്. എവിടെ? സോഷ്യൽ സയൻസിലെ. ഇത് നേടുക എന്നുള്ളതാണ് ഇത് അക്വിസിഷൻ ഓഫ് നോളജിന്റെ ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സിന്റെ സ്പെസിഫിക്കേഷൻസ്. ഓൺ the achievement of these objectives, the learner will be able to. ഈ നേട്ടം, ഈ ലക്ഷ്യങ്ങളുടെ നേട്ടം കുട്ടിക്ക് ഉണ്ടാകണമെങ്കിൽ കുട്ടി എന്തിനൊക്കെ ഏബിൾ ആയിരിക്കണം? റീകോൾ ദ ടേം, റെക്കഗ്നൈസ് ദ ടേം. അതായത് ഈ പറയുന്ന കൺസെപ്റ്റും ഫാക്റ്റും പ്രിൻസിപ്പിളും പ്രോസസ്സും റൂൾസും റീകോൾ ചെയ്യാൻ കഴിയണം. റീകോൾ എന്ന് പറഞ്ഞാൽ മെമ്മറൈസ് ചെയ്യാൻ, തിരിച്ച് പുനരാവിഷ്കരിക്കാൻ കഴിയണം. ഇവയെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയണം, ഇവയെ തിരിച്ചറിയാൻ കഴിയണം. അപ്പൊ റീകോൾ ദ ടേംസ്, റെക്കഗ്നൈസ് ദ ടേംസ് ആർ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് അക്വിസിഷൻ ഓഫ് നോളജ്. അപ്പൊ അക്വിസിഷൻ ഓഫ് നോളജിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു, അതിന്റെ സ്പെസിഫിക്കേഷനും കണ്ടു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ പിള്ളേരെ? നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ നോക്കുക, ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തെ എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ലേണർ ഡെവലപ്പ് ആൻഡ് understanding of the term, facts, concepts, principles, process, rules in social science. സോഷ്യൽ സയൻസിലെ ഫാക്റ്റുകൾ, കൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിള്, പ്രോസസ്, റൂള്, ഇതിനെ മനസ്സിലാക്കാൻ ഉള്ള കഴിവ് കുട്ടിയിൽ വികസിക്കുക. ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സ് കുട്ടി നേടണമെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? സ്പഷ്ടീകരണങ്ങൾ മലയാളത്തിൽ പറഞ്ഞു. കാരണം ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ കുട്ടി നേടിയ ആ കുട്ടിയുടെ പ്രകടനത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയണം, അളക്കാൻ കഴിയണം. അവയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒബ്ജക്റ്റീവ്, അതായത് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു. അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിയേ. ഡിസ്ക്രൈബ്, ഇല്ലുസ്ട്രേറ്റ് the classifies phenomena. ഡിസ്ക്രൈബ് ചെയ്യണം, ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം, ക്ലാസിഫൈ ഫിനോമിന, ഫിനോമിനാസ് ക്ലാസിഫൈ ചെയ്യണം. രണ്ട്, ഡിഫൈൻ കൺസെപ്റ്റ്സ്. കൺസെപ്റ്റുകളെ ഡിഫൈൻ ചെയ്യണം, ആശയത്തെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. ഐഡന്റിഫൈസ് റിലേഷൻസ്.
ബന്ധങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്സ്, ആശയങ്ങളെ വിശദീകരിക്കാൻ കഴിയണം. ഗിവ് ഓൺ എക്സാമ്പിൾസ്, തന്റേതായ ഉദാഹരണങ്ങൾ നൽകാൻ കഴിയണം. ക്രിട്ടിസൈസ്ഡ് വ്യൂ പോയിന്റ്സ്, വ്യൂ പോയിന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ കഴിയണം. ഫ്രെയിം ന്യൂ ഹൈപ്പോത്തിസിസ്, പുതിയ ഹൈപ്പോത്തിസിസിനെ ഫ്രെയിം ചെയ്യാൻ കഴിയണം. നോക്കുക, ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ സ്പെസിഫിക്കേഷൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പെസിഫിക്കേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വരുന്നതാണ്. ഉറപ്പാണ് പരീക്ഷയ്ക്ക് ചോദ്യം ഈ മേഖലയിൽ നിന്ന്. അപ്പൊ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്: ദ ലേണർ ഡിസ്ക്രൈബ്, ഇല്ലുസ്ട്രേറ്റ്, ദ ക്ലാസിഫൈസ് ഫിനോമിനാസ്, പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ, അതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ലേണർക്ക് കഴിയണം. 2, ഡിഫൈൻ കൺസെപ്റ്റ്സ്, ഐഡന്റിഫൈസ് റിലേഷൻസ്, എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്സ്, give on examples, criticize viewpoint, frame new hypothesis. Is it clear? Clear ആയോ? ഒന്നുകൂടെ പറയണോ? സ്പെസിഫിക്കേഷൻസ്. അർച്ചന, ഒന്നുകൂടെ പറയാമോ സർ? അതായത് രണ്ടാമത്തത് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അതിന്റെ ഓബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഓബ്ജക്റ്റീവ്സ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. The learner develop an understanding of the terms, facts, concepts, principles, process, rules in social science. This is the objective. ഈ ഒബ്ജക്റ്റീവ്സിന്റെ specifications are: the learner describe, illustrate and classifies phenomena, define concepts, identify relations, explain concepts, give on examples, criticize viewpoint, frame new hypothesis. Archana? Okay, sir, കിട്ടി. സജീല, ആദർശ്? ഓക്കെ സാറേ, കിട്ടി സാറേ, കിട്ടി. ഓക്കെ സർ. മൂന്നാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, അറിവിന്റെ പ്രയോഗമാണ്. ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ഈ ആപ്ലിക്കേഷൻ ഓഫ് നോളജിന്റെ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് application of knowledge. The learner apply the acquired knowledge and understanding to unfamiliar situations. Unfamiliar ആയുള്ള ഒരു സിറ്റുവേഷനിൽ പഠിതാവ് നേടിയെടുത്ത അറിവിനെ പ്രയോഗിക്കുക, അല്ലെങ്കിൽ അവന്റെ തിരിച്ചറിവിനെ അപ്ലൈ ചെയ്യാൻ പഠിതാവിന് കഴിയണം. ഇതാണ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ആപ്ലിക്കേഷൻ ഓഫ് ലേണിംഗിന്റെ ആപ്ലിക്കേഷൻ ഓഫ് നോളജിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്: ദ ലേണർ അപ്ലൈസ് ദ അക്വേർഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ടു അൺഫെമിലിയർ സിറ്റുവേഷൻ. അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇതതിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അതായത് ആപ്ലിക്കേഷൻ ഓഫ് നോളജിന്റെ സ്പെസിഫിക്കേഷൻസ്: ദ ലേണർ അനാലിസിസ് കോംപ്ലക്സ് സിറ്റുവേഷൻ. ലേണർ കോംപ്ലക്സ് സിറ്റുവേഷൻ അനലൈസ് ചെയ്യണം. വെരിഫൈ കൺക്ലൂഷൻസ് ആൻഡ് റിസൾട്ട്സ്.
കൺക്ലൂഷൻസിനെയും റിസൾട്ടിനെയും വെരിഫൈ ചെയ്യണം. ഇൻട്രസ്റ്റ് ആൻഡ് റിലേഷൻസ്. ഇൻട്രസ്റ്റ് ഉണ്ടാവണം, റിലേഷൻസ്. പ്രിഡിക്റ്റ് പ്രോബബിൾ കോൺസിക്വൻസസ്. പ്രോബബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയണം. മേക്ക് ജനറേഷൻ ഔട്ട് ഓഫ് ഒബ്സർവ്ഡ് ഫിനോമിന and established a relation between concept നോക്കുക. application of knowledge, the objectives of application of knowledge. The learner applies the acquired knowledge and understanding to unfamiliar situation. The specification of application of knowledge are: first one, the learner analyzes complex situation. The learner verify conclusions and results. The learner interest relations. The learner predict probable consequences. Learner make generation out of observed phenomena. Learner establish a relationship between concept and phenomena. Clear? Clear? ഓക്കെ സാറേ. ഇനി നാലാമത്തത് ഡെവലപ്മെന്റ് ഓഫ് സ്കിൽ. സ്കിൽ ഡെവലപ്മെന്റ്. ആ സ്കിൽ ഡെവലപ്മെന്റിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ലേണർ അക്വയർ പ്രാക്ടിക്കൽ സ്കിൽ ഇൻ പർട്ടിക്കുലർ ഏരിയ ഓഫ് സോഷ്യൽ സയൻസ്. സാമൂഹ്യ ശാസ്ത്രത്തിലെ ചില പ്രത്യേക മേഖലകളെ, ആ മേഖലകളിലെ പ്രാക്ടിക്കൽ സ്കില്ല് കുട്ടി നേടിയെടുക്കണം. അതാണ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഡെവലപ്മെന്റ് ഓഫ് സ്കില്ലിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് ലേണർ അക്വേഴ്സ് പ്രാക്ടിക്കൽ സ്കിൽ ഇൻ പർട്ടിക്കുലർ ഏരിയ ഓഫ് സോഷ്യൽ സയൻസ്. ഇവിടെ ഈ ഡെവലപ്മെന്റ് ഓഫ് സ്കിൽ അതിന്റെ സ്പഷ്ടീകരണങ്ങൾ നോക്കി. അതായത് ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സ്കിൽ. ഡ്രോ ചാർട്ട്, ടേബിൾ, ഫോർമാറ്റ്, ഗ്രാഫ്സ് എക്സെട്ര. ചാർട്ടുകൾ, ടേബിളുകൾ, ഫോർമാറ്റ്, ഗ്രാഫ് എന്നിവ വരയ്ക്കുന്നു. സോൾവ് ദ ഗിവൺ പ്രോബ്ലം വിത്ത് എ സ്പീഡ് ആൻഡ് ആക്യുറസി. Solve the given problem with speed and accuracy. Prepare models, different types of materials with speed and accuracy. Clear ayo specifications? Clear ayo? Clear ayo. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അഞ്ചാമത്തത് ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കി. ദ ലേണർ ഡെവലപ്സ് ഇൻട്രസ്റ്റ് സോഷ്യൽ സയൻസ് ആൻഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ വേരിയസ് ആസ്പെക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ സബ്ജക്ട്. നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക. ലേണർ ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡിയിങ് സോഷ്യൽ സയൻസ് ആൻഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ വേരിയസ് ആസ്പെക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ സബ്ജക്ട്, റിലേറ്റഡ് ടു ദ സോഷ്യൽ സയൻസ്. ദാറ്റ് ഈസ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഇനി ഈ ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കി.
Read books, magazines, newspaper, and articles related to social problems. സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, മാഗസിനുകൾ, ന്യൂസ് പേപ്പറുകളിലെ ആർട്ടിക്കിളുകൾ ഇവയൊക്കെ വായിക്കും. Attend and actively participate in social and civic activities in and outside the school. Attend and actively participate in social and civic activities in and outside the school. പ്രിയമുള്ളവരെ, ഇത് ഒന്ന് ഓർത്തു വെച്ചോളണം. നോക്കുക, NCC നടത്തുന്ന ഒരു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി, ഇതിൽ കുട്ടി പങ്കെടുക്കുന്നു. ഇത് ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവിന്റെ സ്പെസിഫിക്കേഷൻ ആണ്? ചോദ്യം ഇങ്ങനെയാണ്. ഡെവലപ്മെന്റ് ഓഫ് സ്കില്ലിന്റെ ആണോ? അല്ല, ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ സ്പഷ്ടീകരണമാണ് കുട്ടി ഒരു NCC ആക്റ്റീവ് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ കുട്ടി ഏർപ്പെടുന്നത്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, അറ്റൻഡ് ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പന്റ് ഇൻ സോഷ്യൽ ആൻഡ് സിവിക് ആക്ടിവിറ്റീസ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ സ്കൂൾ. സ്കൂളിനുള്ളിലും ഔട്ട്സൈഡ്. ക്ലിയർ ആയോടെ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. അവിടെ അപ്ലൈ ലെവൽ ചോദ്യമാണ് അവിടെ വരുന്നത്, ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. ഇനി നോക്കി, ഡിസ്കസ് സോഷ്യൽ, സിവിക്, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ്. സാമൂഹികവും ഭരണപരവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓർഗനൈസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ എക്സിബിഷൻസ് ഹെൽഡ് ഇൻ സ്കൂൾസ്. സ്കൂളിൽ നടക്കുന്ന എക്സിബിഷനുകളിൽ അത് ഓർഗനൈസ് ചെയ്യുന്നു, അതിന്റെ സംഭാവന നൽകുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. വിസിറ്റ് പ്ലേസസ് ഓഫ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് ജിയോഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് സൈറ്റ്സ്. ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ, രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കുട്ടി സന്ദർശിക്കുന്നു. ഇതിന്റെ സ്പഷ്ടീകരണമാണ് ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ സ്പഷ്ടീകരണമാണ്. ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ സ്പെസിഫിക്കേഷനാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ആദർശ്? ക്ലിയർ ആയി. ഇനി ആറാമത്തെ നോക്കാം, ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സിന്റെ ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ലേണർ ഡെവലപ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഇഷ്യൂസ് റിലേറ്റഡ് ടു സോഷ്യൽ സയൻസ്. സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള, ഡിസൈറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കുട്ടി ഡെവലപ്പ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കി. The learner shows willingness to consider new ideas. ഇവിടെ ആറ്റിറ്റ്യൂഡ് ആണ്. ന്യൂ ഐഡിയാസിനെ കൺസിഡർ ചെയ്യാനുള്ള വില്ലിംഗ്നെസ്. റെസ്പെക്ട് അതർ ഒപ്പീനിയൻസ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. റെസ്പെക്ട് ലോ. നിയമത്തെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്രീഷിയേറ്റ് കൾച്ചറൽ വേരിയേഷൻ. സാംസ്കാരിക വ്യത്യാസങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രോസസ് എ സെൻസ് ഓഫ് ഹെൽത്തി പെട്രിയോട്ടിസം. ദേശീയത. അസ്യൂം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അപ്രീഷിയേറ്റ് ദ ഇന്റർഡിപെൻഡൻസ് ഓഫ് നേഷൻസ് ആൻഡ് പീപ്പിൾ. നോക്കുക, ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡിന്റെ സ്പെസിഫിക്കേഷൻ shows willingness to consider new ideas, respect others' opinion, respect law, appreciate cultural variation,
possess a sense of healthy patriotism, assumes social responsibilities, appreciate the interdependence of nation and people. ഇത് ആറ്റിറ്റ്യൂഡിന്റെ സ്പഷ്ടീകരണങ്ങളാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ സാർ. സജീദ? ഓ ക്ലിയർ ആയി സാർ. കവിത? എനിക്ക് സ്ക്രീനിൽ കുറച്ചു പേരെ കാണാൻ പറ്റുന്നു, അവരെയാ ഞാൻ ഈ വിളിക്കുന്നത്. കവിത ഇല്ലേ അവിടെ? സാർ കുഞ്ഞുങ്ങൾ ബഹളം വെച്ചു അങ്ങനെ ഇരുത്താൻ പോയത്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ഏഴാമത്തത് ഡെവലപ്മെന്റ് ഓഫ് അപ്രീസിയേഷൻ. അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കി. ദ ലേണർ ഡെവലപ്സ് അപ്രീസിയേഷൻ ഓഫ് ദ സിസ്റ്റമാറ്റിക്, precise and scientific dealing in social endeavors. The learner develops appreciation of the systematic, precise and scientific dealings in social endeavors. ഇതാണ് ഡെവലപ്മെന്റ് ഓഫ് അപ്രീസിയേഷന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കി. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്: അപ്രീഷിയേറ്റ് ദ സോഷ്യൽ വാല്യൂസ് ഓഫ് സോഷ്യൽ സയൻസ് ആസ് എ സബ്ജക്ട്, എൻജോയ് ഇൻ ഓർഗനൈസിംഗ് പ്രോഗ്രാം ഇൻ സോഷ്യൽ സർവീസ്. ഇതാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോടെ? കുഴപ്പമില്ലല്ലോ? ക്ലിയർ ആയി. അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക്കേഷൻസ് ഒരു പ്രശ്നമില്ലല്ലോ? PDF കൂടെ കിട്ടുമ്പോഴേ ഓക്കെ സാർ. ഓക്കെ. വായിച്ചു കൊടുക്കുമ്പോ ശരിയാവും. എന്തോ? PDF കിട്ടുമ്പോഴേ ഒന്ന് വായിച്ചു നോക്കുമ്പോ ശരിയാവും. ഓക്കെ. അടുത്തത് ടെക്നോ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ്. ടെക്നോ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടില്ല. ഇല്ല സാർ. ആദർശോ? ഇല്ല സാറേ, കേട്ടതായിട്ട് ഓർമ്മ വരുന്നില്ല. ബിടെക് വെച്ചിട്ട് 5 വർഷം ആയതുകൊണ്ട്. Pedagogy is the art of incorporating technology in designing learning experience. ഇപ്പൊ മനസ്സിലായല്ലോ? സാർ ഒന്നുകൂടെ പറഞ്ഞു സാർ. ടെക്നോ പെഡഗോഗി is the art of incorporating technology in designing learning experience so as to enrich the learning outcome. മനസ്സിലായി. ടെക്നോളജിക്കൽ. That means to make use of modern technology, means internet technology, exploring it, assessing information from it to use in teaching learning process. ഈ ടെക്നോ പെഡഗോഗിയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ അധ്യയനം നടന്നത് തന്നെ ടെക്നോളജിയിലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ സിനാരിയോയിൽ. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ ടെക്നോ പെഡഗോഗി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ്
in designing learning experience so as to enrich the learning outcome. That means to make use of internet technology, exploring it, assessing information from it to use in teaching learning process. മനസ്സിലായോ? അതാണ് ടെക്നോ പെഡഗോഗി എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം ഇപ്പൊ ധാരാളം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ നമ്മൾ ടെക്നോളജിക്കൽ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ്, technological pedagogical content knowledge. That means it is described a kind of knowledge needed by a teacher for effective pedagogical practice in a technology. ടെക്നോളജിയിൽ ടീച്ചർക്ക് ഉണ്ടാകുന്ന കഴിവാണ്. ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ചത്. അതുപോലെ തന്നെ കണ്ടന്റ് നോളജും വളരെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ നമുക്കറിയാം ലെസൺ പ്ലാൻസ് ഒക്കെ നമ്മളിപ്പോ തയ്യാറാക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഓൺലൈനിലൂടെയാണ്, സമഗ്ര വഴിയായിട്ട് ഓൺലൈൻ ലെസൺ പ്ലാൻസ് ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പൊ ഇന്റർനെറ്റിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വരുന്നത് ലേണിംഗ് പ്രോസസ്സിൽ വരുന്നത് സ്കോപ്പ് ഓഫ് ടെക്നോ പെഡഗോഗി, ആ സ്കോപ്പ് നമുക്കറിയാം. പിന്നെ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്, ഡെവലപ്പിംഗ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, ഇംപ്രൂവ് ടു ഡെവലപ്പ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽ, സപ്പോർട്ട് ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ത്രൂ ഇ ലേണിംഗ്, ഗൈഡ് ആൻഡ് കൗൺസിൽ to career choices, stimulate self-learning ability, assist in research ability, reinforce for cognitive learning, development of life skills. ഇവയൊക്കെ ഇതിന്റെ സ്കോപ്പാണ്, അതായത് ടെക്നോ പെഡഗോഗിയുടെ സ്കോപ്പാണ്. എൻഹാൻസിംഗ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്, ഡെവലപ്പിംഗ് ടീച്ചിങ് learning process, improve to develop study materials, support in distance education through e-learning, guide and counsel for career choice, stimulate self-learning ability, assist in research activity, reinforce for cognitive learning, development of life skill. Clear ആയവിടെ? ടെക്നോ പെഡഗോഗി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായില്ല, പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങളുടെ ചോദ്യം വരുന്നത് ടെക്നോ പെഡഗോഗി എന്നേ വരത്തോളൂ. യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലയോ? അതിനകത്ത് നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഇനി ടെക്നോളജിക്കൽ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ്, TPACK എന്താണെന്ന് നോക്കാം. TPACK is a framework to understand and describe the kind of knowledge needed by a teacher for effective pedagogical practices in a technology enhanced learning environment. It simply means the technological and pedagogical analysis is content knowledge. Ini technological knowledge, TK include an understanding of how to use computer, software and hardware, presentation tools such as document presentation, projector and technologies needed to educational context. ടെക്നോളജിക്കൽ നോളജ് ഓഫ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജിക്കൽ നോളജ് കമ്പ്യൂട്ടറും പ്രൊജക്ടറും ഇവയൊക്കെ ഉപയോഗിക്കാനുള്ള ടീച്ചറുടെ അറിവ്, അതിനാണ് നമ്മൾ ട്രെയിനിങ്ങുകളും മറ്റൊക്കെ കൊടുക്കുന്നത്. ഇനി കണ്ടന്റ് നോളജ്, CK. എന്താണ് കണ്ടന്റ് നോളജ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ടീച്ചേഴ്സ് നോളജ് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ടു ബി ലേൺ ഓർ ടോട്ട്.
അധ്യാപകൻ പഠിപ്പിക്കുന്ന സബ്ജക്ട് മാറ്ററിലുള്ള അധ്യാപകന്റെ അറിവ്. This include the knowledge about scientific terms, fact, concept, principles, hypothesis, theories, ideas, as well as established practices and approaches towards developing such knowledge. In short, ചുരുക്കത്തിൽ പറഞ്ഞാൽ content knowledge represent the subject completely of the teacher. ടീച്ചറിനുള്ള സബ്ജക്റ്റിലുള്ള മൊത്തത്തിലുള്ള അറിവ് എന്നാണ്. ഇനി പെഡഗോഗിക്കൽ നോളജ് എന്താണ്? പെഡഗോഗിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ PK. Pedagogical knowledge is the selected skills that teacher must be developed in order to manage and organize teaching and learning outcome. It is teachers' deep knowledge about this practice and methods as teaching and learning. മനസ്സിലായോ? മനസ്സിലായി. ഇവിടെ നമ്മൾ ഈ മേഖല തീർന്നിരിക്കുകയാണ്. ഈ മേഖല ഇവിടെ തീർന്നു. ക്ലിയർ ആയോടെ? നന്നായിട്ട് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമ്മള് സൈക്കോളജിക്കൽ ഡയമെൻഷൻ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കടന്നു പോകേണ്ടുന്നത് കരിക്കുലം, പിന്നീട് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, KCF എന്നീ മേഖലയാണ്. ആക്ഷൻ റിസർച്ചും കൂടെ പറയാന്ന് പറഞ്ഞു സാർ. ആക്ഷൻ റിസർച്ച് ടീം ടീച്ചിങ് വേണ്ടേ? വേണം സാർ, ടീം ടീച്ചിങ് വേണം. ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കും, നിങ്ങൾ അത് വേണോ ഇത് വേണോ അല്ലേ? പ്രധാനമായിട്ട് ആക്ഷൻ റിസർച്ച് പറഞ്ഞുതരാം. ആക്ഷൻ റിസർച്ച് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ടീം ടീച്ചിങ് പറഞ്ഞു തരാം. ഒപ്പം നമ്മൾ ഈ ആഡിയോ വിഷ്വൽ എയ്ഡ്സ്, അതൊരു പ്രധാന ടോപ്പിക്കാണ്. ഈ ആഡിയോ വിഷ്വൽ എയ്ഡ്സ് അത് ശിവരാമൻ സാർ എടുത്തു സാർ. ആഡിയോ വിഷ്വൽ എയ്ഡ്സ് മൊത്തം എടുത്തോ? അത് കിട്ടിയിട്ടുണ്ട് സാർ. ഇതൊന്നും എടുത്തില്ലായിരുന്നല്ലേ? സാർ ഏതാ ജനറൽ ക്ലാസ് ആണോ എടുത്തേ? അല്ലല്ല, ജനറൽ ക്ലാസ് എടുത്തു. ജനറൽ ക്ലാസ് എടുത്തു. നിങ്ങൾക്ക് മാത്രമായിട്ട് ഏതെങ്കിലും ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, സോഷ്യൽ സയൻസിന് വേണ്ടി എടുത്തിട്ടില്ല. ആദ്യമൊക്കെ ആയിരുന്നു സാർ എടുത്തിട്ടുണ്ടായിരുന്നു. സാറേ, സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ പറ്റിയ മോഡൽസ് ഏതൊക്കെയാണ് സാറേ? സോഷ്യൽ സയൻസ് ടോപ്പിക്കുകൾ പഠിപ്പിക്കാൻ പറ്റുന്ന ഈ മോഡൽസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു. നേരത്തെ നിങ്ങൾ എന്തോ കേട്ടോണ്ടിരുന്നേ? ഗ്ലോബ്, ചാർട്ട്, ആ മോഡൽസ് അല്ല ഉദ്ദേശിച്ചേ. ഈ ജൂറിസ്പ്രുഡൻഷ്യൽ മോഡൽ അങ്ങനെയൊക്കെയാണ്. അതിനകത്ത് വരുന്നത് നമുക്ക് എടുത്തു തരാം. ഹലോ സാർ. സാർ ലെഫ്റ്റ് ആയോടെ? ഇന്ന് ആള് കുറവാണോ ക്ലാസ്സില്? നമ്മുടെ CC അതൊക്കെ പഠിപ്പിച്ചായിരുന്നാടേ? ഗ്രേഡിംഗ്, CC ഗ്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്കാ. പഠിപ്പിച്ച്. ഈ സാർ എന്നെ പഠിപ്പിച്ച്, സെബാസ്റ്റ്യൻ സാറും. ആദർശൊക്കെ ഏത് ജില്ലയിലാ വെച്ചേക്കുന്നത്?
ഞാൻ കൊല്ലമാണ്, എങ്ങും നാട് വിട്ട് പോയില്ല. കാസർഗോഡേക്ക് ആരെങ്കിലും ഉണ്ടാടെ? നമ്മളൊക്കെ, ഞാൻ കൊല്ലമാണ്. സ്ഥലം എവിടെയാണ്? സ്ഥലം എവിടെ? ഞാൻ വർക്കല. വർക്കല. ഓക്കെ. ആ, നമ്മുടെ ക്ലാസ്സിന് ആദ്യം വന്ന അവിടെ വന്ന ആളാണോ? ക്ലാസ്സിന് ആദ്യം വന്ന? ഞാനേ UPക്ക് അവിടെ ചേർന്നായിരുന്നു. പിന്നെന്താ, കേക്കാവോ? കേൾക്കാം സാർ. ഞാനൊന്ന് ലെഫ്റ്റ് ആയത് ഞാൻ മനഃപൂർവ്വം അല്ല, അത് കട്ടായി പോയായിരുന്നു. ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആയി പോയി. അപ്പോ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്, വാട്ട് ഈസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, NCP 2005. NCP 2005. National Curriculum Framework is a system of education that is developed keeping in mind the geographical and cultural diversity as well as social environment. അപ്പോൾ എന്താണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് is a system of education that is developed keeping in mind the geographical and cultural diversity as well as the social environment. The key goal of National Curriculum Framework, 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ കീ ഗോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. To promote a wholesome development of the child encompassing the academic, emotional, physical and emotional aspects. നോക്കുക, to promote a wholesome development of the child compassing the academic, emotional, physical aspects. ഒന്നാമത്തെ ഗോൾ മനസ്സിലായോ ആദർശേ? ഓക്കെ സാർ. 2, to enable the students to develop intellectual quotient by providing them various opportunities. കുട്ടിയുടെ IQ ഡെവലപ്പ് ചെയ്യും. To enable the students to develop IQ by providing them varied opportunities. Varied ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിലൂടെ. To make the environment conducive to quality learning, where the students would be encouraged to participate in various activities. To make the environment conducive to quality learning, where the students would be encouraged to participate in various activities. Next one, to foster creative thinking skill by facilitating different activities and giving the liberty to express individual thoughts within the class. To foster creative thinking skills by facilitating different activities multicultural attributes. The schools must ensure no student is discriminated against based on caste,
religion, or social. These are the key goals of National Curriculum Framework. അപ്പോൾ ചോദിക്കാം, the key role അല്ലെങ്കിൽ key goal of National Curriculum Framework are, ഈ ഇതിലുള്ള 3 കൊടുത്തിട്ട് മറ്റൊരെണ്ണം വേറെ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഇത് 4 കൊടുത്തിട്ട് താഴെ 1, 2 or correct, അല്ലെങ്കിൽ 1, 2, 3, 4 are correct. ഇങ്ങനെ കമ്പാരിറ്റീവ് ആയിട്ട് ചോദ്യം വരുന്നതാണ്. അപ്പൊ നോക്കുക എന്തൊക്കെയാണ് അതിന്റെ കീ ഗോൾ. ഒന്ന്, ടു പ്രൊമോട്ട് എ ഹോൾസം ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് encompassing the academic, emotional, and physical aspects, to enable the students to develop intellectual quotient or IQ by providing them various opportunities, to make the environment conducive to quality learning, where the students would be encouraged to participate in various activities, to foster creative thinking skill by facilitating different activities and giving the liberty to express individual thoughts within the class. In response to multicultural attributes, the school must ensure no student is discriminated against based on caste, religion, or social, or creed. Clear ayo? Clear ayo? ക്ലിയർ സർ. ഒന്നുകൂടെ പറയാം സർ. ഇനി നമുക്ക് തീർച്ചയായും to promote a wholesome development of the child encompassing the academic, emotional, physical aspects. രണ്ട്, to enable the student to develop IQ by providing various opportunities. മൂന്ന്, to make the environment conducive to quality learning, where the students would be encouraged to participate in various activities. Fourth one, to foster creative thinking skills by facilitating different activities and given the liberty to express individual thoughts within the class. The last one is, in response to multicultural attributes, the school must ensure no student is discriminated against based on caste, creed, religion, sex, or social status. Is it clear? ക്ലിയർ സർ. താങ്ക് യു സർ. What are the objectives of National Curriculum Framework 2005? 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? 4 ഓബ്ജക്റ്റീവ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് ആർ ദ ഓബ്ജക്റ്റീവ്സ്? ഒന്ന്, ഇൻട്രൊഡ്യൂസിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് വിതൗട്ട് ടു മച്ച് ലോഡ് ബൈ റെഡ്യൂസിംഗ് ദ സിലബസ്. ലേണിംഗ് വിതൗട്ട് ബർഡൻ. ഒറ്റ വാക്കി പറഞ്ഞു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കേൾക്കാമോ? ഓക്കെ സാർ. 2, all children should have access to quality education without any discrimination. All children should have access to
quality education without any discrimination. 3. Curricular practices should be in alignment with secularism, social justice, and equality. Curricular practices should be alignment with secularism, social justice, and equality. 4th one, strengthening a national education system in the society. These are the objectives of National Curriculum Framework 2005. First one, introducing the concept of learning without too much load by reducing syllabus. 2, all children should have access to quality education without any discrimination. 3rd one, curricular practices should be in alignment with secularism, social justice, and equality. 4th one, strengthen a national education system in the society. Is it clear? Yes, sir. ക്ലിയർ സർ, ക്ലിയർ. നല്ലതുപോലെ മനസ്സിലായില്ലേ? മനസ്സിലായി സർ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി, 4 ഉള്ളതുകൊണ്ട്. ഇനി ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. Guiding principles. The NCR 2005 has stated 5 guiding principles for the curriculum development of the students. 5 points are. 5 principles are guiding principles. Guiding principles. First one, connecting learning to real life. ഒന്നാമത്തെ എന്താണ്? Connecting learning to real life. Example, outside school and inside school. സ്കൂളിനകത്തായാലും പുറത്തായാലും പഠനത്തെ റിയൽ ലൈഫുമായി കണക്ട് ചെയ്യുക. 2, ensuring different learning approaches rather than റൂട്ട് മെത്തേഡ്. വ്യത്യസ്തങ്ങളായ ലേണിംഗ് അപ്രോച്ചസ് എൻഷുർ ചെയ്യുക, ഉറപ്പാക്കുക. എൻഹാൻസിംഗ് ദ കരിക്കുലം ടു ഓഫർ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ്. Enhancing the curriculum to offer knowledge and experiences beyond textbooks. 4th one, improving flexibility of taking examinations and integrating them with the class school life. 5th one and last one, enhancing and overriding identify informed by concern with the democratic policy of the country. നോക്കുക, the guiding principles of National Curriculum 2005. The NCF 2005 has stated 5 guiding principles for the curriculum development of the students. They are: first, connecting learning to real life, ensuring different learning approaches rather than route method, enhancing the curriculum to offer knowledge and experience beyond textbook, improving flexibility of taking examination and integrating them with the class school life, enhancing and overriding identify informed by the concern within the democratic policy of the country. Clear ആയോ? ക്ലിയർ ആയോ? ഹായ് സർ. ഇനി നമുക്ക് ഇതിന്റെ
കീ ഗോൾസ് അതിന്റെ ഒരു വിശദീകരണമുണ്ട്. ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ഓഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ട്. സോഷ്യൽ കണ്ടസ്റ്റ്, ലേണിംഗ് നോളജ്, primary of active learner is a contest, develop and learning, curriculum and practices, critical pedagogy. പിന്നീട് കരിക്കുലർ ഏരിയ സ്കൂൾ സ്റ്റേജ് അസസ്മെന്റ്, അവിടെ ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യൽ സയൻസ്. നമുക്ക് സോഷ്യൽ സയൻസ് മതി. ആർട്ട് എഡ്യൂക്കേഷനും ഉണ്ട്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ഫോർ പീസ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി അതിനകത്ത് നമുക്ക് നോക്കാം. പിന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005, വാട്ട് ആർ ദ മേജർ പ്രോബ്ലംസ് ഓഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. ഇത്രയും എടുത്തതിന് ശേഷം പിന്നെ KCF കൂടെ എടുക്കണം. പിന്നെ ഇതിന്റെ റിവിഷനായിട്ട് 2010, പിന്നെ 2007 അത് KCF, അതുകൂടാണ് നമുക്ക് എടുക്കാനുള്ളത്. ബോറടിച്ചോ ആദർശേ? ഇല്ല സാറേ. നമ്മൾ പുതിയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് ക്വസ്റ്റ്യൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച്. അതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 2010 വന്നിട്ട് പിന്നെ അവസാനം 2020 വരുന്നുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതെല്ലാം ഇതിനകത്ത് വരും. പക്ഷെ ഈ ഇപ്പം കഴിഞ്ഞ ഒരു ടെസ്റ്റിനകത്തും അതിനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല സാർ. അതുകൊണ്ട് ചിലപ്പോ നമുക്ക് തന്നെ ചോദിക്കും, വിചാരിച്ചിരിക്കത്തില്ലല്ലോ. എന്തായാലും നമുക്ക് അതിനെ കുറിച്ചൊന്ന് പഠിച്ചു വെച്ചേക്കാം. നമുക്കത് വായിച്ച് അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞു വെച്ചിരുന്നത് നല്ലതല്ലേ? ചോദിച്ചാൽ ചോദിക്കട്ടെ. ഇനി അത് പഠിപ്പിക്കാതെ പോയിട്ടാണ് നിങ്ങൾക്ക് അതിന്റെ മാർക്ക് പോയെന്ന് പറയണ്ടല്ലോ. കാരണം ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ എന്താ പറയാ 90 മാർക്ക് അല്ലെങ്കിൽ 95 മാർക്കിന് പഠിപ്പിച്ചാലും ഒരു 5 മാർക്ക് ചിലപ്പം ഏതെങ്കിലും പഠിപ്പിക്കാത്ത ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ തെറ്റ് മുഴുവൻ ആർക്കാണ്? ആർക്കാ ആദർശേ? എന്താ സാറേ? 95 മാർക്കിനും നമ്മൾ പഠിപ്പിച്ചത് ചോദിച്ചു, ഒരു 5 മാർക്കിനും നമ്മൾ പഠിപ്പിക്കാത്തത് ചോദിച്ചാൽ കുറ്റമാർക്കാണ്. കുറ്റം പറയുന്നവര് പറയും സാറേ. പറയുന്നവര് പറയുന്നതല്ല, ആദ്യം നമ്മൾ കുറ്റം പറയുന്നത് സാറുമാരെയാണ്. ആ സാറ് പഠിപ്പിച്ചൊന്നും വന്നില്ല, അല്ലെ ആ സാറ് പഠിപ്പിക്കാത്തതാണ് ചോദിച്ചത്. നമ്മൾ കൊച്ചിലെ മുതലേ കേൾക്കുന്നതല്ലേ. അവിടെ നമ്മളൊന്നും വിടുന്നില്ല. നിങ്ങളുടെ ആസ് പെർ ദ സിലബസിലുള്ളത് മുഴുവൻ നമ്മൾ പഠിപ്പിച്ചു. ഇനി അതിനകത്ത് ഇതൂടെ ഉള്ളൂ. നമ്മൾ ആസ് പെർ ദ സിലബസ്, നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് സിലബസിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ സാർ. ഇനിയിപ്പോ നമുക്ക് ആക്ഷൻ റിസർച്ച് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം, ടീം ടീച്ചിങ് എടുത്തു തരാം, അത് രണ്ടും എടുത്തു തരാം. അഡ്വാൻസ്ഡ് ഓർഗനൈസർ ഒക്കെ നിങ്ങൾക്ക് എടുത്തായിരുന്നല്ലോ. അഡ്വാൻസ്ഡ് ഓർഗനൈസർ ഒക്കെ എടുത്തായിരുന്നു സാർ. അപ്പൊ നമ്മൾ ചരിത്ര ക്ലാസ്സുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു അഡ്വാൻസ്ഡ് ഓർഗനൈസർ ഏതാണ്? ഏതാ? കമ്പാരിറ്റീവ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ ഏതാണ്? കമ്പാരിറ്റീവ്. നെൽസൺ മണ്ടേലയുടെ ജീവിതം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് സിമിലറായി നമ്മൾ അതേ ജീവിതത്തിലുള്ള ഗാന്ധിജിയുടെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചൂടെ? ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം, അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നെൽസൺ മണ്ടേലയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ നമുക്ക് ഇന്റർ കണക്ട് ചെയ്തൂടെ? അതാണ് കമ്പാരിറ്റീവ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയുന്നത്. കാരണം കുട്ടിക്ക് ഫെമിലിയർ ആണ് ഗാന്ധിജിയുടെ അഹിംസയും ഗാന്ധിജിയുടെ ഫ്രീഡം ഫൈറ്റിങ്ങും കുട്ടിക്ക് ഫെമിലിയർ ആണ്. ആ ഫെമിലിയർ ആയ അതിനെ കമ്പാരിറ്റീവ് ആയിട്ടൊരു അഡ്വാൻസ്ഡ് ഓർഗനൈസർ ആക്കിക്കൊണ്ട് നെൽസൺ മണ്ടേലയെ കുറിച്ച് പഠിപ്പിക്കുക. മനസ്സിലായോ? ഓക്കെ സർ. അഡ്വാൻസ്ഡ് ഓർഗനൈസർ നിങ്ങൾക്ക് എടുത്തായിരുന്നോ? എടുത്തായിരുന്നു സർ, എടുത്തായിരുന്നു. അതെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി ചെയ്യുന്നത് ആദർശേ, നിങ്ങളുടെ ഇതിൽ എങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ നമ്മുടെ ഓഫീസിലെ
അവിടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ അറിയിക്കുക. ആ ടോപ്പിക്കുകൾ എഴുതിയിടാമെങ്കിൽ ആ ടോപ്പിക്ക് എനിക്ക് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. സാർ അങ്ങനെ കുറെ ഫോർവേഡ് ചെയ്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോർവേഡ് ചെയ്താൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അടുത്ത ക്ലാസ് കൂടെ വെച്ച് തീർത്തു തരാം. അപ്പൊ 1-2 ക്ലാസ് കൂടെ നമുക്ക് വെക്കാം. കേട്ടോ? സാർ നമ്മൾ ഈ ഫ്രീഡം മൂവ്മെന്റ് പഠിക്കുമ്പോഴേ ആ സാർ റിനൈൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് അത് നമ്മൾ എവിടെ തൊട്ട് സാറേ തുടങ്ങേണ്ട ഫ്രീഡം മൂവ്മെന്റ്? ഏതാണ് നമ്മുടെ ഇന്ത്യ സ്ട്രഗിൾ ആണോ? അല്ല സാർ, നമ്മൾ ഇതിന് മൊഡ്യൂൾ 1 ടോപ്പിക് ഉണ്ട് റിനൈൻസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറഞ്ഞേ സാർ കൊടുത്തിട്ടുള്ളത് അതിലങ്ങനെ. അപ്പൊ അതിൽ സാറേ ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 1957 ഇപ്പോൾ അതായത് മുമ്പോട്ട് തുടങ്ങണം സാർ? എങ്ങനെയാണ് അതിന് മുമ്പോട്ട് തുടങ്ങണം. ഫസ്റ്റ് ഫ്രീഡം മൂവ്മെന്റിൽ അത് വരുന്നത് എന്ന് പറയുന്ന ആറ്റിങ്ങൽ കലാപം വരെ വെച്ച് തുടങ്ങണം. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി നടന്ന ഒരു സംഘടിതമായ കലാപം എന്ന് പറയുന്ന ആറ്റിങ്ങൽ കലാപമാണ്. അതിന് മുമ്പ് തന്നെ പല കലാപങ്ങൾ നടന്നിട്ടില്ലേ? ഓക്കെ സാർ, അവിടെ മുതൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം നോക്കണമല്ലേ? 47 വരെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് വരുമ്പോൾ ഈ 1857 എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് പോപ്പുലർ റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് രാജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംഘടിതവും ജനകീയവുമായി നടന്ന ആദ്യത്തെ സമരമാണ്. എന്നാൽ അതിനു മുമ്പ് പല ജനകീയ സമരങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്നിട്ടുണ്ട്. അപ്പൊ അവയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ സാർ. പിന്നെ സാറേ വേറെ ടോപ്പിക് പറഞ്ഞേക്കുന്നത് നമ്മുടെ മൊഡ്യൂൾ 2 എമർജൻസ് ഓഫ് നാഷണാലിസം, സ്ട്രഗിൾ ഫോർ ഫ്രീഡം ആൻഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ പറഞ്ഞേക്കുന്നത്. എമർജൻസ് ഓഫ് നാഷണാലിസം നമ്മൾ തുടങ്ങുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വാക്കുകളിൽ നിന്നാണ്. എമർജൻസ് ഓഫ് നാഷണാലിസം തുടങ്ങുന്നത്. ആ നാഷണാലിസത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് അതായത് ഈ പിന്നെ രാജാറാം മോഹൻ റോയിയുടെ അനുയായികൾ. അതെ സാറേ, രാജാറാം മോഹൻ റോയ് എവിടെ തൊട്ടല്ലേ? അവിടെ മുതൽ അല്ല, രാജാറാം മോഹൻ റോയിയുടെ അനുയായികൾ ചേർന്നുകൊണ്ടാണ് ആദ്യത്തെ ദേശീയ ഒരു സംഘടന രൂപം കൊള്ളുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് പിന്നെ പല സംഘടനകളും ഉണ്ട്. ഇപ്പം സെമീന്ദാരി അസോസിയേഷൻസ്, ലാൻഡ് ലോഡ്സ് അസോസിയേഷൻസ്. അത് കോൺഗ്രസിന് മുമ്പ്. എമർജൻസി ഓഫ് നാഷണാലിസം വരുമ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി മുതൽ വരുന്നുണ്ട് എമർജൻസി ഓഫ് നാഷണാലിസം. അതാണ് സാറേ. അപ്പൊ നമ്മുടെ സാമൂഹിക അവരെല്ലാം കുറിച്ച് പഠിക്കണമല്ലോ സാറേ? മൊത്തം അവരെല്ലാം കുറിച്ച് പഠിക്കണ്ടേ? നമ്മളെ സാമൂഹിക പ്രശ്നത്തെ കുറിച്ച് പഠിക്കണ്ടേ ഇന്ത്യയില്? അതെന്ന് പറയുന്നത് റിഫോർമേഷൻ അല്ലേ? നവോത്ഥാനമാണ്. നവോത്ഥാന നായകന്മാരാണ് നമ്മൾ അവരെ കുറിച്ച് പഠിക്കുന്നത്. ഹെൻറി വിവിയൻ ഡിറോസിയോ, സ്വാമി ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ. ഓക്കെ സാർ. പിന്നെ സ്ട്രഗിൾ ഫോർ ഫ്രീഡം മീൻസ് നമ്മുടെ സമരങ്ങള്, സ്വാതന്ത്ര്യ അല്ലേ? അത് നന്നായി വിശദമായിട്ട് പഠിച്ചാൽ. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് പിരിയാം. LSS USS എന്തുവാ സാറേ? ഒരാൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ, അപ്പൊ ആ കുട്ടീനോട് ചോദിച്ചാണ്. അതായത് LSS എന്ന് പറഞ്ഞാൽ LP കുട്ടികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാം ആണ്. USS എന്ന് പറയുന്നത് UP കുട്ടികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാം ആണ്. അതിന്റെ എമൗണ്ട് ഒക്കെ എത്ര സാർ UP സ്കൂളിന്റെ? എത്ര രൂപയാണെന്നുള്ളത്? രൂപ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ പോരെ? മതി. അതിന്റെ പ്രൈസ് മണിയൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാമേ. കേട്ടോ? അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് തൽക്കാലം പിരിയാം. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. കാസർഗോഡ് ആരെങ്കിലും